പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിക്ക് മുന്നിൽ വെച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികൾക്ക് പൂജപ്പുര ജില്ലാ ജയിലിൽ ചട്ടങ്ങൾ ലംഘിച്ച് വഴിവിട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതായി ഒരു ആക്ഷേപമുണ്ട്. അതീവ ഗൗരവമുള്ള കുറ്റകൃത്യമാണിതെന്നും പ്രതികൾക്ക് കർശനമായ റിമാൻഡ് വ്യവസ്ഥകൾ ബാധകമാണെന്നും കോടതി വ്യക്തമായി നിരീക്ഷിച്ചിട്ടുള്ള സാഹചര്യത്തിലാണ് ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഗുരുതരമായ വീഴ്ച പുറത്തുവന്നിരിക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും ആഭ്യന്തര വകുപ്പിനെയും ഒരേപോലെ ഞെട്ടിച്ച ഈ സംഭവത്തെക്കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും അതീവ ഗൗരവത്തോടെയുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആഴ്ചയിൽ 2 തവണ മാത്രം അടുത്ത ബന്ധുക്കൾക്ക് മുൻകൂട്ടി അനുവാദത്തോടെ സന്ദർശനം നടത്താമെന്നാണ് ജയിൽ ചട്ടമെങ്കിലും ഈ കേട്ടുകേൾവിയില്ലാത്ത ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് പ്രതികൾക്ക് VIP സുഖവാസം ഒരുക്കുന്നത്. പ്രതികളെ കാണാൻ ദിവസേന രാഷ്ട്രീയ നേതാക്കളുടെയും പാർട്ടി അണികളുടെയും വൻ പടയാണ് പൂജപ്പുര ജയിലിൽ എത്തുന്നതെന്ന് രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. ഈ നിയമലംഘനങ്ങൾ വരും ദിവസങ്ങളിൽ പിടിക്കപ്പെടാതിരിക്കാൻ സന്ദർശക രജിസ്റ്ററിൽ എത്തുന്നവരുടെ കൃത്യമായ വിവരങ്ങളോ വിലാസമോ രേഖപ്പെടുത്താതെ ജയിൽ ജീവനക്കാർ ഒത്തുകളിക്കുകയാണെന്ന ആക്ഷേപം ശക്തമാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ ജയിലിലെ സന്ദർശക രജിസ്റ്ററിന്റെ പകർപ്പും CCTV ദൃശ്യങ്ങളും ഔദ്യോഗികമായി ആവശ്യപ്പെടാൻ ED ഒരുങ്ങുകയാണ്. ജയിലിനുള്ളിലെ ഈ ചട്ടലംഘനം വാർത്തകൾ പുറത്തു വന്നതോടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കടുത്ത അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. കോടതി തന്നെ കൃത്യമായ നിരീക്ഷണം നടത്തിയ ഒരു കേസിൽ ജയിൽ വകുപ്പിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ വീഴ്ച സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന വിലയിരുത്തലാണ് ആഭ്യന്തരമന്ത്രി ഇപ്പോൾ പറയുന്നത്. സംഭവത്തെക്കുറിച്ച് അടിയന്തരമായി അന്വേഷിച്ച് സമഗ്രമായ റിപ്പോർട്ട് നൽകാൻ ജയിൽ വകുപ്പ് മേധാവിക്ക് മന്ത്രി കർശന നിർദ്ദേശം നൽകും. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർ എത്ര ഉന്നതരായാലും അവർക്കെതിരെ കടുത്ത അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. വധശ്രമം ഉൾപ്പെടെയുള്ള അതീവ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തപ്പെട്ട 26 പ്രതികളെയും ജയിലിലെ വിശാലമായ ഒരൊറ്റ സെല്ലിലാണ് ഒന്നിച്ച് പാർപ്പിക്കുന്നത്. അത് കേന്ദ്ര ഏജൻസികളിൽ കടുത്ത സംശയങ്ങൾക്ക് ഇടവരുത്തുന്നുണ്ട്. സാധാരണ നിലയിൽ ഗൂഢാലോചന കേസുകളിലെ പ്രതികളെ പരസ്പരം കാണാനോ സമ്പർക്കം പുലർത്താനോ സാധിക്കാത്ത വിധം വ്യത്യസ്ത സെല്ലുകളിലാണ് പാർപ്പിക്കേണ്ടത്. എന്നാൽ ഇവിടെ പ്രതികൾക്ക് ഒന്നിച്ചു കഴിയാനും കേസ് അട്ടിമറിക്കാനുള്ള ഭാവി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനും ജയിൽ അധികൃതർ തന്നെ സൗകര്യം ഒരുക്കിയത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയായാണ് ED കാണുന്നത്. ജയിൽ ഉദ്യോഗസ്ഥരുടെ സംഘടനയിലെ ഒരു പ്രമുഖ ഇടതുപക്ഷ സഹയാത്രികനായ ഉദ്യോഗസ്ഥനാണ് ഇതിന് പിന്നിൽ കളിച്ചതെന്ന വിവരവും പുറത്തു വന്നിരുന്നുണ്ട്. ഇതിനു പുറമെ പ്രതികൾക്ക് ആവശ്യമായ മൊബൈൽ ഫോൺ, ലഹരി വസ്തുക്കൾ, വീട്ടിൽ നിന്നുള്ള ആഹാരം ഉൾപ്പെടെയുള്ള മറ്റ് ആവശ്യ വസ്തുക്കൾ ജയിലിനുള്ളിലേക്ക് തടസ്സമില്ലാതെ എത്തിക്കാനും ചില ജീവനക്കാരുടെ സജീവമായ സഹായം ലഭിക്കുന്നതായി കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന് കൃത്യമായ സൂചന ലഭിച്ചിട്ടുണ്ട്. ജയിലിലെ ഈ ചട്ടലംഘനങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണർ കാർത്തികിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം സമാന്തരമായി പരിശോധിക്കുന്നുണ്ട്. പ്രതികൾക്ക് ജയിലിനുള്ളിൽ നിന്ന് ലഭിക്കുന്ന ഫോൺ കോളുകളുടെ ടവർ ലൊക്കേഷനുകൾ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാൻ കമ്മീഷണർ നിർദ്ദേശിച്ചതായാണ് വിവരം. കേന്ദ്ര ഏജൻസികൾ ഈ റിപ്പോർട്ടിനെ അതീവ ഗൗരവത്തോടെ എടുത്ത പശ്ചാത്തലത്തിൽ ലോക്കൽ പോലീസിനും ഈ വിഷയത്തിൽ കണ്ണടയ്ക്കാൻ സാധിക്കില്ല. വരും ദിവസങ്ങളിൽ കേന്ദ്ര ഏജൻസിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും കർശന നിർദ്ദേശം ജയിൽ വകുപ്പ് മേധാവി തന്നെ പൂജപ്പുര ജയിലിൽ ഒരു മിന്നൽ പരിശോധന നടത്താനുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങളെത്തും. ചട്ടലംഘനത്തിന് കൂട്ടുനിന്ന ഇടതുപക്ഷ അനുഭാവിയായ ഉദ്യോഗസ്ഥനെതിരെയും മറ്റ് ജീവനക്കാർക്കെതിരെയും വകുപ്പ് തല നടപടികൾക്കും സസ്പെൻഷനിലേക്കും കാര്യങ്ങൾ നീങ്ങാനാണ് വരും ദിവസങ്ങളിൽ സാധ്യത.